ഭരണം കിട്ടാൻ പലതും പറയും, പക്ഷേ നമ്മൾ ചെയ്യൂല. അതാണ് നമ്മുടെ ഗ്യാരണ്ടി, ഇന്ദിര എന്നൊരു ഗ്യാരണ്ടി. ഭരണം കിട്ടാൻ പലതും പറയും, പക്ഷേ നമ്മൾ ചെയ്യൂല. അതാണ് നമ്മുടെ ഗ്യാരണ്ടി, ഇന്ദിര എന്നൊരു ഗ്യാരണ്ടി. സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ പറഞ്ഞതല്ല സർക്കാർ നടപ്പാക്കുന്നതെന്ന് MP ഗോവിന്ദൻ. ഓർഡിനറി മാത്രമെന്നല്ല നേരത്തെ പറഞ്ഞത്. മലബാറിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ല. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പ കാണും. ഇത് ആളുകളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഉദ്ഘാടനവുമായി CPM MLA മാർ സഹകരിക്കില്ല എന്നും MP ഗോവിന്ദൻ പറഞ്ഞു. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരൻ. ഈ ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം, അല്ലേ? മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? ടൂറിസം പോലെ ഉപയോഗിക്കാം ഉൾപ്പെടെ എല്ലാം എന്തൊക്കെയാ പറഞ്ഞു വന്നത്? അയ്യോ, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ നാക്ക് പുഴുത്തു പോവും. ആ പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഐഡിയ വേണം, ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. അത്രത്തോളം സൗകര്യം കൊടുത്തതിന് ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിമർശനാത്മകമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയി. ഇത്രയും നിസ്സാര കാര്യങ്ങളിൽ ഒരു വിപ്ലവകാരി പതറരുത്. ഇത്തിരി പുട്ട് കഴിക്കൂ. വിശക്കുന്ന വിപ്ലവകാരികൾക്ക് വേണ്ടി റഷ്യയിലും നമ്മുടെ സഹാവായ വ്ളാഡിമിർ പുടിൻ കണ്ടുപിടിച്ചതാണ് പുട്ട്. സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. അങ്ങനെ വേണോ? പ്രതിപക്ഷം വിട്ടുനിന്നാൽ അത് ചരിത്രപരമായി വിഡ്ഢിത്തമാകുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണം. വിനാശകാലയെ വിപരീത ബുദ്ധി. ചരിത്രപരമായ വിഡ്ഢിത്താവരെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാം? ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. എനിക്കൊന്നും പറയാൻ കഴിയില്ല. ബസ് എന്തായാലും പോകും. ബെല്ലടിക്കറോ? നേരെ സോറി സാറേ, അടിച്ചോ? അയ്യോ, ഞാൻ അറിയാതെ. അതൊന്നും സാരില്ലെന്നേ. എല്ലാ സർവീസിലും എന്ന് പറയാതെ ഓർഡിനറി ബസ്സിലേക്ക് ചുരുക്കി എന്നതുകൊണ്ട് ഞങ്ങളില്ല എന്ന നിലപാടാണോ CPM എടുക്കുന്നത്? എന്നാ പിന്നെ പേടിക്കണ്ട. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF വാഗ്ദാനം ചെയ്തത് KSRTC ബസ്സുകളിൽ എന്നാണ് പറഞ്ഞത്. അതിൽ പ്രത്യേകമായി സ്പെസിഫിക് ആയി പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന നിലയ്ക്കുള്ള വാഗ്ദാനമായിരുന്നല്ലോ. അത് പിന്നെ രാഷ്ട്രീയമല്ലേ സർ? ചിലപ്പോ ചില തിരിമറികളൊക്കെ കാണും. ആകെ സർക്കാർ ചിലവഴിക്കാൻ പോകുന്ന പണം ഭൂമിശാസ്ത്രപരമായി തുല്യമായി അല്ല വിതരണം ചെയ്യപ്പെടുന്ന പ്രശ്നമുണ്ട് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ, മറ്റ് ദീർഘദൂര ബസ്സുകളിൽ അത് ലഭ്യമാകുന്നില്ല എന്നത് നേരത്തെയുള്ള വാഗ്ദാനത്തിന് ഘടകവിരുദ്ധമാണ്. പദ്ധതിയെ എതിർക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വാഗ്ദാന ലംഘനവും പറ്റിപ്പുമുണ്ട് എന്ന രാഷ്ട്രീയവാദത്തെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നു CPM. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതുകൊണ്ട് അതുമായി സഹകരിക്കുന്നില്ല. ആശ്വാസമായി. അതുകൊണ്ട് അതിനോട് രാഷ്ട്രീയ വിമർശനമുണ്ട്. ആ വിമർശനം മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് CPM എടുക്കുന്ന നിലപാടിന്റെ ആകെ തുക. ഭരണം കിട്ടാൻ പലതും പറയും, പക്ഷേ നമ്മൾ ചെയ്യൂല. അതാണ് നമ്മുടെ ഗ്യാരണ്ടി, ഇന്ദിര എന്നൊരു ഗ്യാരണ്ടി. ഭരണം കിട്ടാൻ പലതും പറയും, പക്ഷേ നമ്മൾ ചെയ്യൂല. അതാണ് നമ്മുടെ ഗ്യാരണ്ടി, ഇന്ദിര എന്നൊരു ഗ്യാരണ്ടി.